പ്രകാരം പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന തത്വമാണ് അന്നും ഇന്നും എന്നും ഇസ്ലാഹി പ്രസ്ഥാനം പ്രദാനം ചെയ്യുന്നത്. അതിൽ യാതൊരുവിധ മാറ്റവുമില്ല. എന്നാൽ ചോദ്യകർത്താവ് എടുത്തുധരിച്ച വാചകങ്ങളിൽ നിന്നും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ അനുവദനീയമാണെന്ന സങ്കല്പം ലേഖകൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്നൊരു സങ്കല്പം ഒരിക്കലും ഉദ്ദേശിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഒരു ഉദ്ദേശമേ ഇല്ല എന്ന് മാത്രമല്ല, അവസാനത്തെ വാചകം കേട്ടുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആനിലും ഹദീസിലും തെളിവില്ല. പ്രാർത്ഥന കേട്ടപ്പോ എണീക്കാൻ പോയതാണല്ലേ? കേട്ടോളൂ, നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആനിലും ഹദീസിലും തെളിവില്ല. ഇത്തരം ദുഷ്പ്രചരണങ്ങളെ കരുതിയിരിക്കുക. ആരെങ്കിലും എഴുതിയത് മാത്രം കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ഇസ്ലാഹ് തന്നെയാണ് പറയുന്നത്, വ്യക്തമായ മറുപടി നൽകുന്നത്. ജനുവരി 2008 അതുകൊണ്ട് മാറി എന്ന് വരുത്താൻ വേണ്ടിയാണ് ശ്രമം. മാറി എന്ന് വരുത്താൻ വേണ്ടിയാണ് ശ്രമം. അഥവാ മുജാഹിദുകൾ തൗഹീദിൽ നിന്ന് മാറി എന്ന് വരുത്താനാണ് ശ്രമം. ഇല്ല ഇല്ല, ഞങ്ങളുടെ അന്ത്യശ്വാസം വരെ ഞങ്ങളുടെ നിലപാടിതാണ്. ഞങ്ങൾ അവസാന നിമിഷം വരെ ഞങ്ങളുടെ നിലപാടിതാണ്. തൗഹീദിന് വേണ്ടി ജീവിക്കുന്നവരാണ് ഞങ്ങൾ. അല്ലാതെ ദാമോദരനെ കൊണ്ട് കബറടക്കിയിട്ട് ആ കബറിന്റെ മുകളിൽ നിന്നുകൊണ്ട് കൈനീട്ടുന്നവരല്ല മുജാഹിദുകള്. അമുസ്ലിമായ വ്യക്തിയെ കൊണ്ടുപോയി കബറടക്കി കബർ കെട്ടിപ്പൊക്കിയിട്ട് അവിടെ ആ മക്ബറ ഉദ്ഘാടനം ചെയ്തിട്ട് ആ ജാറ വരുമാനം കൊണ്ട് ജീവിക്കുന്നവരല്ല ഞങ്ങൾ. നേരെ മറിച്ച് ഞങ്ങൾ മുവഹിദുകളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നവരാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പ്രഖ്യാപിക്കുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം അതാരായിരുന്നാലും അതവരുടെ ശ്രമം മാത്രമായി അവശേഷിക്കുമെന്നല്ലാതെ ഒരിക്കലും അത് തെളിയിക്കുവാനോ അത് സമർത്ഥിക്കുവാനോ സാധിക്കുകയില്ല. ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ്, ശക്തമാണ്. അതെ, മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, റിഫായി ശൈഖെ കാക്കണേ, ജിന്നെ സഹായിക്കണേ, മലക്കെ രക്ഷിക്കണേ എന്നിങ്ങനെ അള്ളയല്ലാത്തവരോട് നടത്തുന്ന പ്രാർത്ഥന ശിർക്കാണ്. നേരെ മറിച്ച് അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്, റബ്ബിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്. എന്നാൽ ആ മുജാഹിദുകളെ നേരിടാൻ വരുന്നവര് പറയുകയാണ്, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന് മുജാഹിദുകള്, സുജൂദ് അള്ളാഹുവിന് മാത്രം ഇബ്ലീസ് എന്ന് ഇബ്ലീസിനെ കൂട്ടുപിടിച്ച് ഇബ്ലീസിന്റെ പേരിൽ കളവ് പറഞ്ഞിട്ട് ആർക്കാണ് സുജൂദ് ചെയ്യേണ്ടതെന്ന് പോലും തീരുമാനിക്കാതെ ലോകത്ത് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ മുഴുവനും അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ ആ പ്രവാചകന്മാരുടെ വാദം ഇബ്ലീസിന്റെ വാദമാണെന്ന് എഴുതി പിടിപ്പിച്ച ആളുകളെ ന്യായീകരിക്കുന്നവർ വന്നിട്ട് ഞങ്ങൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിച്ചാൽ മാന്യ സഹോദര, ഒരിക്കലും അത് ഇവിടെ വില പോവുകയില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പൊ ഇസ്ലാഹിന് അങ്ങനെ വാദമുണ്ടോ? അങ്ങനെ വാദമില്ല. ജിന്നിനോട് സഹായം തേടാൻ പറ്റില്ല എന്ന നിലപാടിലാണ് മുജാഹിദുകൾ എന്നുമുള്ളത്. ആ നിലപാടിൽ തന്നെയായിരിക്കും എന്നും ഉണ്ടാവുക എന്ന് വളരെ വ്യക്തമായി എന്റെ സുഹൃത്തിനെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ഞാന് ഈ തെളിവ് പറഞ്ഞത് 2007 മാർച്ചിലെ ഇസ്ലാഹാണ് തെളിവ് പറഞ്ഞത്. അപ്പൊ 2007 മാർച്ചിൽ ഇത് എഴുതിയപ്പോ എത്ര മാസം പിന്നെ 2007 കഴിയാൻ ബാക്കിയുണ്ട്. പിന്നെ 2008 തെളിവാണ് നിങ്ങൾ കൊണ്ടുവന്നത്. അപ്പോൾ ഇത്രയും കാലപ്രശസ്തമായ ഒരു ശിർക്ക് വരുന്ന ഒരു സംഗതി ഈ മാസികയിൽ എഴുതിയിട്ട് കേരളത്തിലെ സകല മുജാഹിദിന്റെ പന്ത്രന്മാരും ഉറങ്ങിയിരുന്നു അത്ര കാലവും ഇത് തിരുത്താൻ വേണ്ടി. തിരുത്തേതായാലും രസമുള്ള തിരുത്താണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ തന്നെ വായിച്ചത് ഞാൻ ഇപ്പൊ കേട്ടതാണ് ആ തിരുത്ത്. എന്താ പറഞ്ഞേ, അല്ല ഞാൻ അത് ഓർമ്മിക്കുന്നില്ല. ആ വാക്ക് ഞാൻ ഓർമ്മിച്ചിപ്പോ തന്നെ പറഞ്ഞുതരാം. അതായത് സുഹൃത്ത് ആദ്യം റിലാക്സ് അവിടെ ഇരിക്കും. അല്ല ഞാൻ പറഞ്ഞു വിഷയം കഴിയാതെ എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. പ്രാർത്ഥിക്കണം, സഹായം ചോദിക്കുക എന്നുള്ളത് കൊണ്ട് എഴുതിയ ആള് പറയുന്നത് പ്രാർത്ഥനയാണ് എന്ന് ഉദ്ദേശിച്ചിട്ടേ ഇല്ല, പ്രാർത്ഥനയാണെന്ന് ചോദിച്ചിട്ടേ ഇല്ല. നമ്മളെ വിഷയത്തിന് പുറത്താണത്. അപ്പൊ ചോദിച്ചത് പ്രാർത്ഥനയല്ല, ഈ സഹായം ചോദിക്കുക. അദ്ദേഹം പിന്നെ അതിനെ ന്യായീകരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ തിരുത്തും കൂടി അദ്ദേഹം ന്യായീകരിക്കുകയാണ്. പ്രാർത്ഥന അത് ഉദ്ദേശിച്ചിട്ടില്ല, അപ്പൊ ജിന്നിനോട് സഹായം ചോദിക്കാം. അപ്പൊ അതും കൂടി തിരുത്തലായിട്ടില്ലല്ലോ എന്നുള്ളതാണ്. പിന്നെ ജസ്റ്റ് ഒരു ചെറിയൊരു അഭ്യർത്ഥന, ആ സക്കറിയ സലാഹി പറഞ്ഞ ആ ഭാഗം നിങ്ങൾ കേട്ടത് അങ്ങനെയല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ എന്തോ അത് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ ഭാഗം ഒന്ന് വെക്കാൻ നിങ്ങൾ ചെറിയ ഒരു സഹായം കാണിക്കുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഒരു ഇസ്തിഹാസ. റഷീദ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, അദ്ദേഹം ചോദിക്കണത്
2007 എഴുതിയിട്ട് 2008 തിരുത്തുക, അല്ലാതെ 2006 തിരുത്താൻ പറ്റുമോ? ഇതൊന്ന് എഴുതി കിട്ടണ്ടേ? ഇനി രണ്ടിത് അങ്ങനെ തിരുത്തുകയാണെങ്കിലുള്ള അവസ്ഥയാണ്. തിരുത്തുകയാണെങ്കിലുള്ള അവസ്ഥ 2008 അല്ലാതെ 2007 അല്ലാതെ 2007 എഴുതി 2008 അല്ലാതെ 2006 തിരുത്താൻ പറ്റും തിരുത്താണെങ്കിൽ. പക്ഷെ ഇത് തിരുത്തല്ല, ഇത് തിരുത്തല്ല. ഇത് അവിടെ നിൽക്ക്, തിരുത്തല്ല. തിരുത്താൻ ആരാ പറഞ്ഞത്? ഇവിടെ ഒരു തിരുത്തും വന്നില്ല. നേരെ മറിച്ച് നിങ്ങൾ 2007 നിന്ന് കൊണ്ടുവന്ന ആ ഉദ്ധരണി അത് നിങ്ങളെപ്പോലെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ തുടങ്ങി. അതാണ് ചോദ്യത്തിൽ തന്നെ ഉണ്ട്. എന്ത്? ചില കുബൂരി അതുപോലെ തന്നെ മടവൂരി ആളുകള് ഈ വാചകത്തെ ദുർവ്യാഖ്യാനിച്ച് മുജാഹിദുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോ ഇത് ആദ്യം എഴുതണം, എന്നിട്ട് ഈ മാസിക പുറത്തിറങ്ങണം, എന്നിട്ട് തെറ്റിദ്ധരിപ്പിക്കൽ തുടങ്ങണം. അങ്ങനെ തുടങ്ങുമ്പോൾ ഒരാൾക്ക് കത്തെഴുതാൻ തോന്നണം, കത്തെഴുതി കഴിയുമ്പോൾ മറുപടി പറയണം. അപ്പൊ അത്രയും സമയം എടുത്തു. ആ സമയം എത്രേ? അത് 2008 ജനുവരിയാണ്. 2007 ഏപ്രിലാണ് ലേഖനം വന്നത്. അത് ചില ആളുകൾ വളച്ചൊടിക്കാൻ തുടങ്ങി, പ്രചരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ അത് ചോദ്യമായി വന്നു. ചോദ്യമായി വന്നപ്പോൾ തന്നെ 2008 ജനുവരിയിൽ മറുപടി പറയുകയും ചെയ്തു. ഇത്രയും വ്യക്തമായ ഒരു കാര്യം, ആ കാര്യം ഇനിയും റഷീദ് കബീരിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാല് എന്താ ചെയ്യുക? അള്ളാഹു മനുഷ്യന് ബുദ്ധി നൽകിയത് എന്തിനാ? ബോധം നൽകിയത് എന്തിനാ? അല്ല നൽകിയതല്ലേ ഇത്? അദ്ദേഹം ഇവിടെ വന്ന് വാദിച്ചു തുടങ്ങിയത് സക്കരിയ സലായിക്ക് അങ്ങനെ വാദമുണ്ട് എന്നാണ്. എവിടെ വാദം? പല കാസറ്റിലും ഉണ്ട്. എവിടെ? പല കാസറ്റിലും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ആദ്യം സമർത്ഥിക്കാൻ ശ്രമിച്ചു. സക്കരിയ സലായി പറഞ്ഞത് എന്നെ കേൾപ്പിച്ചു. അപ്പൊ അദ്ദേഹം പറയാണ് സക്കരിയ സലായി മാറി മാറി പറയുന്ന ആളാണ് എന്നാണ്. സക്കരിയ സലായി മാറി മാറി പറയുന്ന ആളാണ്. അദ്ദേഹം ജർമ്മനിയിൽ നിന്ന് മരുന്ന് കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടെന്നാ. ജർമ്മനിയിൽ നിന്ന് മരുന്ന് കൊണ്ടുവരുന്ന ആളുകൾ അഥവാ ജിന്ന് സേവകരായ ആളുകൾ എങ്ങനെ കൊണ്ടുവരുന്നു എന്ന് വാദിക്കുന്ന രൂപത്തിൽ നമ്മുടെ നാട്ടിലുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുള്ളത് അദ്ദേഹം അങ്ങനെ കൊണ്ടുവരുന്ന ആളുകളുണ്ട്. ഇനി അങ്ങനെ ആൾ കൊണ്ടുവന്നാൽ തന്നെ ശൈത്താൻ കൊണ്ടുവന്നു എന്ന് വിചാരിക്കല്ലാതെ ഒരിക്കലും അതിന്റെ പുറകെ പോകാൻ പറ്റുകയില്ല എന്ന രൂപത്തിൽ അദ്ദേഹം വിശദീകരിച്ച വാചകത്തെ സന്ദർഭത്തിൽ നടത്തിയെടുത്ത് ചില ആളുകൾ ക്ലിപ്പ് കാട്ടിയിട്ടുണ്ട്. ആ ക്ലിപ്പിനെ അവലംബിച്ചുകൊണ്ടാണ് എന്റെ സുഹൃത്തിനെപ്പോൾ ആളുകൾ കാര്യം മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ആ രൂപത്തിലുള്ള മനസ്സുമായി ഇവിടെ വന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞു ഇസ്ലാഹിലുണ്ട്. ഇസ്ലാഹിലുള്ളത് എന്താണെന്ന് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. ആ രൂപത്തിൽ സംശയം ഉന്നയിച്ച ആളുകള് സംശയം ഉന്നയിച്ചപ്പോൾ ഇസ്ലാഹു തന്നെ മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞു കൊടുത്തു. ഇതിന്റെ എല്ലാം ചുരുക്കമെന്താ? മൊത്തത്തിൽ റഷീദ് ഗവായി എന്ന് പറയുന്ന ആള് ആ സുഹൃത്തിന് കിട്ടിയത് എന്താ? മൊത്തത്തില് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നോ ജിന്നിനോട് സഹായം തേടാമെന്നോ ഉള്ള വാദം മുജാഹിദുകൾക്ക് ഇല്ല. അങ്ങനെ ഉണ്ട് എന്ന് സമർത്ഥിക്കാൻ ചില ആളുകൾ ബോധപൂർവം ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോ അങ്ങനെ ഒരു വാദം മുജാഹിദുകൾക്കില്ല. നേരെ മറിച്ച് അങ്ങനെ ഉണ്ട് എന്ന് പറയാൻ ശ്രമിക്കുന്നു. റഷീദ് സാഹിബ് പോകണ്ട, അവിടെ ഇരുന്നോ. ആ ലാസ്റ്റ് അത് കഴിഞ്ഞിട്ട് അവർ ചോദിച്ചിട്ട് പിന്നെ ചാൻസ് വരും. അതോടെ ചോദിച്ചു. അപ്പോ ഇപ്പൊ കാരണം എന്താ ഇപ്പൊ ചോദിക്കണമെന്നാണ്. ഇപ്പൊ ഞാനും അനസ് മൗലവിയും കൂടി ഒരു കാര്യത്തിൽ തീരുമാനമെത്തി. കാരണം ഞാൻ ആദ്യം പറഞ്ഞു ഇസ്ലാഹ് 2007 മാർച്ചില് അത് തിരുത്തിയതാണെന്ന് അനസ് മൗലവി പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ അവിടെ ഇരിക്കും. എന്തിനാ കളവ് പറയണത്? ഇപ്പൊ ഇരുന്ന് പറയല്ലേ? ജസ്റ്റ് അദ്ദേഹത്തിന് മൈക്ക് നോക്കി ഞാൻ പറയട്ടെ. അത് തിരുത്തിയതാണെന്ന് അനസ് മൗലവി പറഞ്ഞു എന്നാണ്. തിരുത്തിയതാണെന്ന് അനസ് മൗലവി പറഞ്ഞത്. ഇങ്ങനെ മുഖത്ത് നോക്കി കളവ് പറഞ്ഞു. നേരത്തെ നിങ്ങളല്ലേ പറഞ്ഞു കളവ് പറയരുതെന്ന്? കൂനുമാസാദിക്കുന്ന ആയത്തോതിയത്. അപ്പോ അദ്ദേഹം തന്നെ ഇപ്പൊ കളവ് പറയാം. ഞാൻ പറഞ്ഞത് എന്താ? തിരുത്തുകയാണെങ്കിൽ എപ്പോഴാ തിരുത്താൻ പറ്റുക? 2007 എഴുതിയാൽ 2006 തിരുത്താൻ പറ്റുമോ? ഇല്ല. 2008 തിരുത്തി. അങ്ങനെ തിരുത്താണെങ്കിൽ. പക്ഷെ ഇത് തിരുത്തല്ല എന്ന് പറഞ്ഞത് തിരുത്താണ് എന്ന് അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോ സഹോദരൻ, നിങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കാതെ എങ്ങനെയായി പറഞ്ഞു? അടുത്ത ചോദിച്ചോളൂ. നിങ്ങൾ പോകല്ലേ? അതുകൂടെ ചോദിച്ചിട്ട് പോയിക്കോളൂ. കാരണം ഈ ചോദ്യം ഞാൻ പൂർത്തിയാക്കിയിട്ടില്ല. അതിന് അനുസരിച്ച് സമ്മതിച്ചില്ല. കാരണം ഒരു ചോദ്യം ചോദിച്ചൊന്ന് ഇപ്പൊ ലാസ്റ്റ് തീരുമാനത്തിലെത്തിയ. അപ്പൊ ആ ചോദ്യം ഞാൻ പറഞ്ഞത് അൽ-ഇസ്രാഹ് 2007 മാർച്ചിൽ പിന്നെ ഉള്ള ജിന്നിനോട് സഹായം ചോദിക്കാം എന്ന് പറഞ്ഞത് തിരുത്തിക്കൊണ്ട് 2008 പറഞ്ഞു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞു അത് തിരുത്തൽ, ഏതായാലും അത് തിരുത്തലായിട്ട് ഒന്നും കൂടി ഉറപ്പിച്ചു പറയുക. ഇത് ദുആ ചെയ്യലാണ് അവിടെ ഉദ്ദേശമില്ല, സഹായം ചോദിക്കാനാണ് ഉദ്ദേശമില്ല. നിങ്ങൾ വിശദീകരിച്ചു. വീണ്ടും നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇപ്പോഴും കളവാണ് പറയുന്നത്. ഞാൻ പറയാത്തത് നിങ്ങൾ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. എന്റെ സുഹൃത്ത് അവിടെ ഇരിക്കും, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അവിടെ ഇരിക്കൂ. ഇതാ കേട്ടോ, ഇത് കേട്ടോളൂ. ഇത് നിങ്ങൾ കളവല്ല പിന്നെയും പറയുന്നത്. ഞാൻ വായിച്ചതിൽ കളവ് പറയുകയോ? ഇവിടെ ഇരുന്നിട്ട് കളവ് പറയോ? അതിപ്പോ ബൈലക്ഷനൊക്കെ കയറി വീട്ടിലിരുന്നിട്ട് പറഞ്ഞാലേ ചിലപ്പോ അങ്ങനെയൊക്കെ നടക്കും. പക്ഷേ ഇത് നേർക്ക് നേരെ തെളിവുമായിരിക്കുന്നത്. കേട്ടോളൂ എന്റെ വാചകം. സഹായം തേടാമെന്ന് പറഞ്ഞിട്ടില്ല. കേട്ടോളൂ. നമ്മുടെ ജീവിതത്തിലെ കേട്ടോളൂ ഒരേ ഒരു വാചകം
നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആനിലും ഹദീസിലും തെളിവില്ല. ഇത്തരം ദുഷ്പ്രചരണങ്ങളെ കരുതിയിരിക്കുക. അപ്പൊ തെളിവുണ്ട് എന്നാ പറഞ്ഞത്, സഹായം തേടാൻ തെളിവില്ല എന്നാണ് ഇസ്ലാഹിലുള്ളത്. അപ്പൊ പറയും തോറും മുജാഹിദികളുടെ വാദം മുറുകി വരിക, ശരിയായി വരിക. ഇദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ആരോപണം വീണ്ടും വീണ്ടും അദ്ദേഹം ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. എന്റെ സുഹൃത്ത് മനസ്സിലാക്കേണ്ടത്, വിലപ്പെട്ട ഈ സമയം താങ്കൾ ഈ രൂപത്തിൽ നശിപ്പിച്ചാൽ ഈ ഇരിക്കുന്ന ആളുകളോട് താങ്കൾ ചെയ്യുന്ന ക്രൂരതയാണത്. കാരണം നിങ്ങൾ ആദ്യം മുതൽ പറഞ്ഞത് ശരിയായിട്ടില്ല. താങ്കൾ ആരോപണം ഉന്നയിച്ചു, അതിന് മറുപടി പറഞ്ഞു തന്നു. അതുപോലെ തന്നെ ഇസ്ലാഹിന്റെ പേരിൽ പറഞ്ഞു, അതിന് മറുപടി പറഞ്ഞു തന്നു. വീണ്ടും താങ്കൾ കളവുകൾ ആവർത്തിക്കുകയാണ്. ഈ ഇരിക്കുന്ന ആളുകൾ അവർ കൂടിയിരിക്കുമ്പോൾ താങ്കളുടെ കളവുകൾ ആവർത്തിക്കാൻ വേണ്ടിയിട്ട് ഈ സമയം ഒഴിച്ചു തരിക എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തോട് ചെയ്യുന്ന ക്രൂരതയായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. ഉസ്താദേ, എനിക്ക് അറിയേണ്ടത് എന്താണ് അദ്ദീൻ? ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് മലക്കായ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് നല്ല രീതിയിൽ നമുക്ക് ദീനിനെ പഠിപ്പിച്ചു തരുന്നു. ഒന്ന് അൽ ഇസ്ലാം, ഇസ്ലാം കാര്യങ്ങളായ 5 കാര്യങ്ങൾ. അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക, നിസ്കാരം ഷഹാദത്ത് കലിമ രണ്ടും ചെല്ലുക, നിസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ്, ഈ 5 കാര്യവും. അതിനുശേഷം ഈമാൻ കാര്യമായ അൽ ഈമാനു, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക, മലക്കുകളെ കൊണ്ട് വിശ്വാസപരമായ കാര്യങ്ങൾ 6 പറഞ്ഞു. മൂന്നാമതായിട്ട് അൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. എൻ്റെ ചോദ്യം, ഇസ്ലാം കാര്യം നമ്മൾ ചെയ്യുന്നത് ഫിസിക്കലായിട്ടാണ്, നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഷഹാദത്ത് കലിമ ചെല്ലുന്നത് നാവ് കൊണ്ട്, നിസ്കരിക്കുന്നത് ശരീരം കൊണ്ട്, സകാത്ത് കൊടുക്കുന്നത് നമ്മുടെ ശാരീരികമായിട്ട് തന്നെ, അതേപോലെ തന്നെ നമ്മുടെ ഹജ്ജ് ചെയ്യുന്നതും നോമ്പ് നോക്കുന്നതും ശാരീരികമായിട്ടാണ്. ഇത് എല്ലാ ആൾക്കാർക്കും ചെയ്യാം. അതിന് മുസ്ലിം എന്നോ അതല്ല അമുസ്ലിം എന്നോ കാര്യമില്ല. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കർമ്മമാണ് ഇസ്ലാം കാര്യം, അനുസരണം. അതേ സമയത്ത് ഈമാൻ കാര്യം എന്ന് പറയുന്ന കാര്യം നമ്മൾ വിശ്വാസമാണ്, അത് നമ്മുടെ കൽബ് കൊണ്ടാണ് നടക്കുന്നത് എന്നാണ്. അപ്പോൾ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക, മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക, നമ്മുടെ 6 കാര്യങ്ങൾ അങ്ങനെ. ഇഹ്സാൻ കാര്യം എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മൾ ഏത് വിഭാഗം, എന്തുകൊണ്ടാണ് നമ്മളത് അനുഷ്ഠിക്കേണ്ടത്, ഏത് വിഭാഗത്തിലേക്കാണ് അത് എത്തുന്നത്? ഇതാണ് എൻ്റെ ചോദ്യം. അപ്പൊ അദ്ദേഹത്തിന്റെ ചോദ്യം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇസ്ലാം എന്ന് വെച്ചാൽ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്ലാമികമായ കാര്യങ്ങളെ മനസ്സിലാക്കുമ്പോൾ അടിസ്ഥാനപരമായ ഒരു കാര്യം ഉൾക്കൊള്ളേണ്ടത്, ഒരാൾക്ക് മുസ്ലിം ആവുക എന്നുള്ളത് എളുപ്പമുള്ള സംഗതിയാണ്. ഒരാൾ മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള സംഗതിയാണ്. എന്ന് പറഞ്ഞാൽ ദാമോദരൻ എന്ന് പേരുള്ള ഒരു അമുസ്ലിം സഹോദരൻ ഇങ്ങോട്ട് കയറി വന്നു. എന്നിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ഞാൻ പ്രഖ്യാപിച്ചു മുസ്ലിമായിരിക്കുകയാണെന്ന് അയാൾ പറഞ്ഞാൽ അയാൾ അന്ന് മുതൽ മുസ്ലിമാണ്. അയാൾ മുസ്ലിമായി പരിഗണിക്കുകയാണ്. വ്യക്തമായി ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളെ അയാൾ എതിർക്കാത്ത കാലത്തോളം അയാൾ മുസ്ലിമായി പരിഗണിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ ഇസ്ലാമിലേക്ക് കയറി വന്നാൽ അയാൾ അന്ന് മുതൽ മുസ്ലിമാണ്. രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞത് മുഅ്മിനാവുക, ഈമാനാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വിശാലമാണ്. ഈമാൻ എന്ന് പറയുമ്പോൾ കേവലം മനസ്സിൽ വിശ്വസിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമല്ല ഈമാൻ എന്ന് സാങ്കേതികമായി പറയുക. ഈമാൻ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, ആ ഹദീസുകളിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒന്നാമതായി ഏത്തിഖാദും ബിൽ ഖൽബ്, മനസ്സുകൊണ്ടുള്ള വിശ്വാസവും, വനത്തുഖും ബിൽ ലിസാൻ, നാവ് കൊണ്ടുള്ള പ്രഖ്യാപനവും, വഅമലും ബിൽ ജവാരിഹ്, അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനവുമാണ്. ഇത് 3ഉം ഉൾക്കൊള്ളണം. അള്ളാഹുവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ നാവിൻ തുമ്പിൽ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അത് ഈമാനാവൂല. കാരണം വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ. അല്ലാഹു പറയാം, വമിനൻ നാസി, മനുഷ്യരിൽ ചില ആളുകളുണ്ട്, പറയുന്നു. അവരെന്താ പറയുന്നത്? ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ, ഞങ്ങൾക്ക് അല്ലാഹുവിലും പരലോകത്തിലും വിശ്വാസമുണ്ടെന്ന് അവർ പറയുന്നത്. അവർ പറയുന്നത് ആമന്നാ ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ഞങ്ങൾക്ക് അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുണ്ട് എന്നവർ പറയുന്നു. പക്ഷേ അല്ലാഹ് അവരെ കുറിച്ച് പറയുന്നു വമാ ഹും ബിമുഅ്മിനീൻ, അവർ വിശ്വാസികളല്ല, അവർ ഈമാനുള്ളവരല്ല, വിശ്വാസികളല്ല. യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനു, അല്ലാഹുവിനെയും അതുപോലെ വിശ്വാസികളെയും വഞ്ചിക്കലാണ് അവരുടെ ഉദ്ദേശം.
ഇത് ഖുർആൻ പറയാണ്. അപ്പൊ കേവലം അള്ളാഹ് ഉണ്ട് എന്ന് പറയലല്ല ഈമാൻ, നേരെ മറിച്ചത് മനസ്സിൽ വിശ്വാസം വേണം, നാവ് കൊണ്ടത് പ്രഖ്യാപിക്കണം, പ്രവർത്തനങ്ങളിലൂടെ പ്രകടിപ്പിക്കണം. പറഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാൾ അയാൾ പിന്നെ അള്ളാഹ് ഇല്ലാത്തവരോട് പ്രാർത്ഥിക്കൂല, മുഹീദ്ദീൻ ശൈഖിനോട് പ്രാർത്ഥിക്കൂല, റിഫായി ശൈഖിനോട് പ്രാർത്ഥിക്കൂല, മമ്പുറന്തങ്ങളോട് പ്രാർത്ഥിക്കൂല. നേരെ മറിച്ച് അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അവന് മാത്രം നേർച്ച വഴിപാട് അർപ്പിച്ച് ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ മുഴുവനും അള്ളാഹുവിനെ സമർപ്പിച്ചുകൊണ്ട് അവർ കഴിച്ചു കൂട്ടുകയാണ്. അപ്പോഴാണ് ഈമാനുള്ള ആളാവുക. അപ്പൊ പിന്നെ ഇഹ്സാൻ എന്താണെന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യരൂപത്തിൽ വന്ന് പ്രവാചകന്റെ രണ്ട് കാലോട് ചേർന്നിരുന്ന് പ്രവാചകന്റെ തൊടയിൽ കൈകുത്തിക്കൊണ്ട് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബിയോട് ചോദിച്ചു, മൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക് എന്ന മറുപടി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അൻ തഅബുദല്ലാഹ, നീ അല്ലാഹുവിനെ മാത്രം ആരാധിക്കലാണ് ഇഹ്സാൻ. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഒരു മുവഹിദായിരിക്കും അവൻ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കൂ. അല്ലാതെ അല്ലാഹുവിനോട് മാത്രം അല്ലാഹുവിന് സുജൂദ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഇബ്ലീസിന്റെ വാദാണെന്ന് പറയില്ല. നേരെ മറിച്ച് സുജൂദ് അല്ലാഹ്ക്ക് മാത്രം, അതാണ് അവന്റെ നിലപാട്. തൗഹീദാണ് അവന്റെ ജീവിതം. അല്ലാഹുവിനെ പരിപൂർണമായി സമർപ്പിക്കണം. തഅബുദല്ലാഹ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കലാണ്, അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കലാണ്, അല്ലാഹുവിനെ മാത്രം നേർച്ച വഴിപാട് അർപ്പിക്കലാണ്. എങ്ങനെ അല്ലാഹുവിനെ ആരാധിക്കണം? കഅന്നക തറാഹു, നീ അവനെ കാണുന്നത് പോലെ, അല്ലാഹനെ കാണുന്നത് പോലെ അല്ലാഹനെ ആരാധിക്കുക. റബ്ബിനെ കാണുന്നത് പോലെ അല്ലാഹനെ ആരാധിക്കുക. ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്, അവൻ നിന്നെ നീ അവനെ കാണുന്നില്ലെങ്കിലും അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും അല്ലാഹു അവനെ കാണുന്നുണ്ട് എന്ന ബോധത്തോടെ പിന്നെ ഇബാദത്ത് സമർപ്പിക്കുക, ആരാധന സമർപ്പിക്കുക. അതിനാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. ഇത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചോദ്യത്തിന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടിയാണ്. ആ മറുപടി വളരെ ക്ലിയർ ആയ മറുപടിയാണ്. ആ മറുപടിക്കപ്പുറം, നബി പഠിപ്പിച്ച മറുപടിക്കപ്പുറം അതിനപ്പുറം ഒരു വിശദീകരണം അതിന് നമ്മൾ നൽകേണ്ടതില്ല, നമ്മളൊരു പുത്തൻ വ്യാഖ്യാനം അതിന് കൊടുക്കേണ്ടതില്ല. കാരണം നമുക്കറിയാം, ഒരുപാട് തരീഖത്ത് പ്രസ്ഥാനങ്ങൾ ലോകത്ത് കടന്നു വന്നു. ആ തരീഖത്ത് പ്രസ്ഥാനങ്ങൾ ദുർവ്യാഖ്യാനിച്ച ഒരു ഭാഗമാണിത്. അവര് പറഞ്ഞു, അതെ, അള്ളാഹനെ കാണുന്നത് പോലെ നിങ്ങൾ ആരാധിക്കണം. നിങ്ങൾ അള്ളാഹനെ കാണുന്നുണ്ടോ? അള്ളാഹനെ നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല. എന്നാൽ ഞങ്ങളാണ് അള്ളാഹനെ കണ്ട ഷാഹിദുകള്, സാക്ഷികൾ ഞങ്ങളാണ്. അള്ളാഹനെ കണ്ട, റസൂലിനെ കണ്ട, റസൂല് വഴി ഇങ്ങനെ കണ്ട് ഷാഹിദായ ആളുകളാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങളെ കണ്ടവർക്കേ അള്ളാഹനെ കാണാൻ പറ്റൂ എന്ന നിലയിൽ തരീഖത്ത് പ്രസ്ഥാനങ്ങൾ ഈ ഹദീസിനെ ദുർവ്യാഖ്യാനിക്കാറുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണം. ആ വിശദീകരണത്തിനപ്പുറത്തേക്ക് നമുക്ക് ആ വിഷയത്തിൽ പോകാൻ പാടില്ല. ചോദിച്ചത് ജിബ്രീലാണ്, മറുപടി പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മുഹമ്മദ് നബി നൽകിയ മറുപടി തെറ്റാണെന്നല്ല ജിബ്രീൽ പറഞ്ഞത്. സദഖത യാ മുഹമ്മദ്, മുഹമ്മദേ താങ്കൾ പറഞ്ഞത് സത്യമാണ് എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക് എന്നതാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്നാണ് സുഹൃത്തിനോട് സൂചിപ്പിക്കാനുള്ളത്. ഈ ഇഹ്സാനെ കുറിച്ചിട്ട് ഞാൻ ആദ്യം പറഞ്ഞു, അദ്ദീൻ എന്നുള്ളത് നമ്മൾ ഈ 3 കാര്യത്തിൽ മാത്രമാണല്ലോ നിലനിൽക്കുന്നത്. അങ്ങനെയാണോ ചോദിക്കുകയാണ്. ഈ 3 കാര്യത്തിൽ മാത്രം അദ്ദീൻ നമ്മുടെ ദീനാണ്. നമ്മുടെ ഈ ഒരു മനുഷ്യന്, മുസ്ലിമായി നിൽക്കുന്ന ഒരാൾക്ക് ജീവിക്കാനുള്ള ഒരു 3 ഫണ്ടമെന്റൽ അതിന് തത്വങ്ങളാണ്. ഒന്ന് ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ. അതിൽ ഇസ്ലാമും ഈമാനും നമുക്ക് വളരെ വ്യക്തമാണ്. അതിൽ പെട്ടതാണ് നമ്മൾ നിസ്കാരത്തിലും സുന്നത്ത് നിസ്കാരത്തിലും ഇസ്ലാമിൽപ്പെട്ട് വരുന്നത്. അതേ സമയത്ത് ഈമാനും എല്ലാ ജനങ്ങൾക്കും ക്ലിയർ ആണ്. ഇഹ്സാൻ എന്തുകൊണ്ട് ക്ലിയർ ആവുന്നില്ല? എവിടെയാണ് നമുക്ക് പറ്റിയത് വിഷയം? അതാണ് നേരത്തെ വിശദീകരിച്ചത്. ഇഹ്സാൻ ക്ലിയർ ആകുന്നില്ല എന്നാണ്. ക്ലിയർ ആകണം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ക്ലിയർ ആകുന്നില്ലെങ്കിൽ നമ്മുടെ കുഴപ്പമാണ്. അത് ക്ലിയർ ആക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതെന്താ? അൻ തഅബുദല്ലാഹ, നീ അള്ളാഹനെ ആരാധിക്കണം. ഏതുപോലെ? വെറുതെ ഇങ്ങനെ ഞാൻ ആരാധിക്കുന്ന നടന്നിട്ട് കാര്യമില്ല. അള്ളാഹനെ കാണുന്നത് പോലെ നീ അള്ളാഹനെ ആരാധിക്കുക. അള്ളാഹനെ കാണുന്നത് പോലെ നീ അള്ളാഹനെ ആരാധിക്കുക. നീ അള്ളാഹനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന ഉറച്ച ബോധത്തോടെ അള്ളാഹനെ ആരാധിക്കുക. അപ്പൊ ഇത് ദീനാണോ എന്നാണ്. അപ്പൊ ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ അത് ഈ പറഞ്ഞ ഈമാനാണോ, ഇസ്ലാമാണോ, അതുപോലെ ഇഹ്സാനാണോ? ഇതെല്ലാം ചേർന്നതാണ് ദീൻ എന്ന് പറഞ്ഞാൽ.
ദീൻ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് അത് നമസ്കാരം ഒഴിവ് പുറത്തു പോകൂല, സക്കാത്ത് പുറത്തു പോകൂല, ഹജ്ജ് പുറത്തു പോകൂല, അള്ളാഹുവിന്റെ വിശ്വാസം പുറത്തു പോകൂല. ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ഇടതുകാല് വെച്ച് ബാത്റൂമിലേക്ക് കയറണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ അവിടെ വരെ ദീൻ ഉണ്ട്. അതുവരെ ഉൾക്കൊള്ളുന്ന വിശാലമായ ഒന്നാണ് ദീൻ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ രൂപത്തിൽ ദീനിനെ സംബന്ധിച്ചൊരു സംശയം ഇനി നമ്മൾ ഉണ്ടാക്കേണ്ടതില്ല. പക്ഷെ പലപ്പോഴും അതിന് സംശയം ഉണ്ടാക്കിയ ആളുകളുണ്ട്. അതിൽ നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ തരീഖത്ത് പ്രസ്ഥാനങ്ങൾ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ദീൻ പോരാ, നേരെ മറിച്ച് ഷെയ്ഖിന്റെ ദീൻ വേണം, കാരണം ഇഹ്സാനിയത്ത് ഇവർക്കേ ഉള്ളൂ എന്ന് വാദിച്ചിട്ട് തരീഖത്ത് പ്രസ്ഥാനങ്ങൾ കടന്നു വന്നു. ദീൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് മനസ്സിലായിട്ടില്ല എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പിന്നെ ദീനെ വക്രീകരിച്ച ഒരാളാണ് മൗദൂദി. അദ്ദേഹം പറഞ്ഞു ദീൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രം എന്നാണ് അർത്ഥം എന്ന്. ദീൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രം എന്നാണ് അർത്ഥം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ദീനിനെ വ്യാഖ്യാനിച്ച ആളാണ് മൗദൂദി സാഹിബ്. അപ്പോ മൗദൂദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞത് മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദീൻ മനസ്സിലായിട്ടില്ല. കാരണം അവരുടെ വിചാരം ദീൻ എന്ന് പറഞ്ഞാൽ നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഒക്കെയാണ് ദീനെന്ന. അങ്ങനെ മുസ്ലിങ്ങൾ ആരും മനസ്സിലാക്കിയിട്ടില്ല. ദീനിന്റെ ഭാഗമാണ് നമസ്കാരം, ദീനിലുള്ളതാണ് നോമ്പ്, ദീനിലുള്ളതാണ് ഹജ്ജ്, ദീനിലുള്ളതാണ് നമസ്കാരം, ദീനിലുള്ളതാണ് പ്രാർത്ഥനകൾ, ദീനിലുള്ളതാണ് കുടുംബജീവിതം, ദീനിലുള്ളതാണ് ഹലാലായ സമ്പാദ്യം. ഇതൊക്കെ ദീനിൽപ്പെട്ടതാണ് എന്ന് മുസ്ലിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. അപ്പോ ദീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രാഷ്ട്രമെന്നാണ്, സ്റ്റേറ്റ് എന്നാണെന്നൊരു വ്യാഖ്യാനം നൽകി മൗദൂദിയും കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ ഈ രൂപത്തിൽ ചില ആളുകൾ എന്താണ് ദീൻ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് കൃത്യമായ മുസ്ലിം ഉമ്മത്തിന് നൽകാനുള്ള മറുപടി, ആ മറുപടിക്കപ്പുറമാണ് ദീൻ എന്ന് വരുത്തി തീർത്തിട്ട് മറ്റു മേഖലയിലേക്ക് കൊണ്ടുപോകാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദീൻ എന്ന നിലക്ക് അവർ മനസ്സിലാക്കിയത് എന്താണെന്ന് ചോദിച്ചാൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40-ാമത്തെ വയസ്സിൽ നുബൂവത്ത് കിട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 63-ാമത്തെ വയസ്സിൽ ഈ ലോകത്ത് നിന്ന് യാത്രയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 23 കൊല്ലക്കാലത്തിനിടയിൽ വഹീന്റെ അടിസ്ഥാനത്തിൽ ലോകത്തിന് പഠിപ്പിച്ചു തന്ന തത്വങ്ങൾ എന്തോ അതിലെന്തൊക്കെയുണ്ടോ അത് മുഴുവൻ അടങ്ങുന്നതാണ് ദീൻ എന്നാണ് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. അതിന്റെ ചുരുക്കമാണ് ഈമാൻ, അതുപോലെ തന്നെ ഇസ്ലാം, അതുപോലെ തന്നെ ഇഹ്സാൻ. അത് ചുരുക്കി അള്ളാഹുവിന്റെ റസൂൽ മൊത്തത്തിൽ പഠിപ്പിച്ചു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ചോദിച്ചു. ആ ചോദ്യത്തിന് നബി മറുപടി പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെ ഉണ്ടായിരുന്ന സഹാബികളോട് ചോദിച്ചു, ആ വന്നതാരാണെന്ന് അറിയോ? അവർ പറഞ്ഞു, നബിയെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ആ സന്ദർഭത്തിൽ പറഞ്ഞത് അത് ജിബ്രീലാണ് വന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പഠിപ്പിക്കാനാണ്, ദീൻ പറഞ്ഞു തരാനാണ് ജിബ്രീൽ വന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു. അതിനെ പുറത്ത് ഒരു വിഷയം തർക്കം ഉള്ളതായി തോന്നുന്നില്ല. തർക്കം ഉണ്ടാക്കിയത് മൗദൂദികളും പിന്നെ കുറെ തരീഖത്ത് പ്രസ്ഥാനക്കാരുമാണ്. ആ തർക്കത്തിലേക്ക് വിഷയം പോയിട്ടില്ലാത്തത് കൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ കൂടുതൽ കയറി പറയുന്നില്ല. അപ്പോൾ ഇഹ്സാൻ എന്നുള്ളത് നമുക്ക് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണോ? അല്ല, അങ്ങനെ പറഞ്ഞില്ല. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഇസ്ലാം വളരെ വ്യക്തമായി പഠിപ്പിച്ചതാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബിയുടെ അടുക്കൽ വന്നു. ചോദ്യം 1, മൽ ഈമാൻ, എന്താണ് ഈമാൻ? നബി മറുപടി പറഞ്ഞു, അത് വിശ്വാസികൾ മാറ്റിവെക്കുവോ? ഇല്ല. രണ്ടാമത്തെ ചോദ്യം മൽ ഇസ്ലാം, ഇസ്ലാം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, നമ്മളത് മാറ്റിവെക്കുവോ? ഇല്ല. മൂന്നാമത്തെ ചോദ്യം മൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്താണ്? ഈമാൻ എന്ത്, ഇസ്ലാം എന്ത് ചോദിച്ച പോലെ ഇഹ്സാൻ എന്ത്? നബി മറുപടി പറഞ്ഞു, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക് എന്ന് മറുപടി പറഞ്ഞു. പിന്നെ അത് മാറ്റിവെക്കേണ്ട കാര്യം നമ്മൾ സ്വീകരിക്കലാണ് ആ വിഷയത്തിൽ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ അതേപോലെ ഇസ്ലാം കാര്യം പറഞ്ഞല്ലോ, നമ്മുടെ ഒരുപാട് ശാഖകൾ വരികയാണ് ഇസ്ലാമിൽ. നിസ്കാരത്തിൽ സുന്നത്ത് നിസ്കാരം, പിന്നെ ഫർള് നിസ്കാരം, ഗ്രഹണ നിസ്കാരം, ഒരുപാട് നിസ്കാരത്തിന് ശാഖകൾ വരികയാണ്. അതേപോലെ തന്നെ ഈമാൻ കാര്യം, നോമ്പിൽ അങ്ങനെ വരുന്നുണ്ട്, ഹജ്ജ് എന്ന് നമ്മുടെ കർമ്മപരമായ കാര്യത്തിൽ വരുമ്പോൾ ഈമാൻ കാര്യത്തിലും നമ്മൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. മലക്കുകൾ, ഏത് മലക്കുകൾ, 10 മലക്കുകൾ, പിന്നെ ഒരുപാട് മലക്കുകളെയും അതേപോലെ തന്നെ നമ്മുടെ വിശ്വാസ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയാണ്. ഈ ഇഹ്സാൻ എന്നുള്ള കാര്യത്തിൽ ഒരു വാക്കിൽ മാത്രം ഒതുക്കുകയാണ്, നിങ്ങൾ അള്ളാഹുവിനെ കാണുമാറ് നിങ്ങൾ ആരാധിക്കുക. ഇത് എങ്ങനെയാണ്? അത് മാത്രം പഠിച്ചാൽ മതിയോ, അതാണോ ബെസ്റ്റ് എന്നാണ്? ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അത് വളരുന്നില്ല എന്നാണ് ഒരു പരാതി. ഇഹ്സാൻ വളരുന്നില്ല. ഈമാനും ഇസ്ലാമും വളരുന്നുവെങ്കിൽ അതിന് ശാഖകളും ഉപശാഖകളും ഉണ്ട് എങ്കിൽ ഈ ഈമാനും ഇസ്ലാമും ഏതെല്ലാം ശാഖകളിലേക്ക് വളർന്നിട്ടുണ്ടോ ആ ശാഖകളിലേക്ക് മുഴുവൻ വ്യാപിച്ചതാണ് ഇഹ്സാൻ. മനസ്സിലായോ? അപ്പോ ഇഹ്സാനെ സംബന്ധിച്ചിടത്തോളം ഈമാനും ഇസ്ലാമും വളർന്നിട്ടുണ്ടെങ്കിൽ ഈമാനും ഇസ്ലാമും ശാഖകളും ഉപശാഖകളുമായി വളർന്നിട്ടുള്ള ഏതെല്ലാം മേഖലകളുണ്ടോ ആ മേഖലകളിൽ മുഴുവനും വ്യാപിച്ച ഒന്നാണ് എന്ത്? ഇഹ്സാൻ. അതുകൊണ്ട് ഇഹ്സാൻ വളർച്ചയില്ലാത്തതാണെന്നല്ല പറഞ്ഞത്, നേരെ മറിച്ച് ഇഹ്സാൻ മറ്റ് മേഖലകൾ വളർന്നെടുത്തൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ ഇഹ്സാൻ എന്നുള്ളത് എവിടുന്ന് വരുന്നു, എങ്ങനെയാണ്?
നമ്മുടെ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഞാൻ ക്ലിയർ ആക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ പറഞ്ഞു ഫിസിക്കലായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം ഈ ഇസ്ലാം അത് ഏറ്റവും ലളിതമായി നമുക്ക് മനസ്സിലാക്കാവുന്ന രൂപത്തിലാണ് പറഞ്ഞത്. എന്താണ് ഇഹ്സാൻ? നബി ഒരു കാര്യം പറഞ്ഞതിനപ്പുറത്തേക്ക് നമ്മൾ ഒരു കാര്യം പറയാൻ പാടുണ്ടോ? അതാണ് മെയിൻ വിഷയം. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിൽക്കാൻ കഴിയണം. എവിടെ നിൽക്കാൻ കഴിയണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെടുത്ത് നിൽക്കാൻ കഴിയണം. അവിടെ നമ്മൾ തൃപ്തിപ്പെടണമെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു വാചകം. ഫലാ വറബ്ബിക, നിന്റെ റബ്ബിനെ തന്നെ സത്യം. ലാ യുഅ്മിനൂൻ, അവർ വിശ്വാസികളാവുകയില്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ നബിയെ അങ്ങേ വിധികർത്താവായി അവർ സ്വീകരിക്കുന്നത് വരെ സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജം മിമ്മാ ഖളൈത, പിന്നെ താങ്കൾ ഒരു വിധി പറഞ്ഞാൽ ആ വിഷയത്തിൽ നീരസം അവർക്കുണ്ടാകാൻ പാടില്ല, വിഷമം ഉണ്ടാകാൻ പാടില്ല. വയുസല്ലിമു തസ്ലീമ, താങ്കൾ പറഞ്ഞതിന് പരിപൂർണമായും കീഴുതുങ്ങുന്നത് വരെ അവരിൽ ഒരാളും വിശ്വാസികളാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. അപ്പൊ നബി ഒരു വിശദീകരണം നമുക്ക് പറഞ്ഞു തന്നു. ഇഹ്സാൻ എന്താണ്? ആർക്കത് മനസ്സിലാകാഴിക? വളരെ വ്യക്തല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഏത് തരത്തിലുള്ള ഇബാദത്തുകൾ അല്ലാഹുവിന് നാം സമർപ്പിക്കുകയാണെങ്കിലും, അത് നേരത്തെ പറഞ്ഞല്ലോ, ഈമാൻ അത് വികസിക്കും. അതിന് ശാഖകളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദാണ് ഏറ്റവും ഉന്നതമായത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വദ്നാഹ ഇമാതത്തുൽ അദാ അനിത് തരീഖ്, ഏറ്റവും താഴെയുള്ളത് വഴിയിൽ നിന്നുള്ള ഉപദ്രവം നീക്കലാണ്. മാത്രമല്ല 700ഓളം ശാഖകൾ എണ്ണിപ്പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. വിശ്വാസത്തിന്റെ 700ലധികം ശാഖകളെ എണ്ണിപ്പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഈ ശാഖകളെ മുഴുവനും വ്യാപിക്കുന്ന ഒന്നാണ് ഇഹ്സാൻ. എല്ലാ രംഗത്തെയും വ്യാപിക്കാണ്. കാരണം ഞാൻ ഇവിടെ പറയുമ്പോഴും, ഞാൻ പ്രസംഗിക്കുമ്പോഴും, ഞാൻ അള്ളാഹുവിന് ഇബാദത്ത് സമർപ്പിച്ചുകൊണ്ട് സുജൂദിൽ കഴിയുമ്പോഴും, അതുപോലെ നമസ്കരിക്കുമ്പോഴും, എന്റെ കൊടുക്കുകളിൽ മുഴുവനും അത് മനസ്സിൽ അള്ളാഹുവിനെ സമർപ്പിച്ചുകൊണ്ട്, റബ്ബിനെ സമർപ്പിച്ചുകൊണ്ട്, അള്ളാഹ് എന്നെ കാണുന്നു എന്ന രൂപത്തിൽ, അള്ളാഹു എന്നെ കാണുന്നു, ഞാൻ അള്ളാഹുവിനെ കാണുന്നത് പോലെയാണ് ചെയ്യുന്നത്. എനിക്ക് കാണാൻ കഴിയുന്നുണ്ടോ? കണ്ണുകൊണ്ടില്ല. പക്ഷേ അതുപോലെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. എനിക്ക് അള്ളാഹിനെ കാണാൻ കഴിയുന്നില്ലെങ്കിലും അള്ളാഹ് എന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തോടെ അമലുകൾ പ്രവർത്തിക്കുക, ഇബാദത്തുകൾ ചെയ്യുക, ഈ ലോകത്ത് അങ്ങനെ ജീവിക്കുക, കഴിച്ചുകൂട്ടുക. അതാണ് ഇഹ്സാനിയത്ത് എന്ന് പറഞ്ഞാൽ. ആ ഇഹ്സാനിയത്ത് വിശ്വാസികൾക്കുണ്ടാകണം. എന്നാൽ നബി പറഞ്ഞതിനപ്പുറത്തേക്ക് ഇഹ്സാൻ എന്ന വാക്കിനെ, മുഹ്സിൻ എന്ന വാക്കിനെ, വിശുദ്ധ ഖുർആൻ പറഞ്ഞ വാക്കുകളെ തരീഖത്ത് പ്രസ്ഥാനങ്ങൾ വഴിതിരിച്ചു കൊണ്ടുപോയിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഏത് ഭാഗത്തിലേക്കാണ് നിങ്ങൾ വിരൽ ചൂണ്ടുന്നത് എന്ന് മനസ്സിലാകാത്തത് കൊണ്ട് അതിനെ സംബന്ധിച്ച് ആ രൂപത്തിൽ പിന്നെ പറയാൻ കഴിയില്ല. ഈ താങ്കൾ ഏതാണ് ഉദ്ദേശിക്കുന്നത്? ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. പിന്നെ അതിനെ ദുർവ്യാഖ്യാനിച്ചവർ ഏത് രൂപത്തിൽ ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ അതിലേക്ക് എന്തെങ്കിലും സൂചന കിട്ടണം. ആ സൂചന ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അബ്ദുസ്സലാം എന്നാണ് എൻ്റെ പേര്. ശിർക്ക് ചെയ്യുന്ന ആൾക്കാർ അവർ ജാറങ്ങളിലും അവിടെ എവിടെയൊക്കെ പോയി പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ അവർക്കതിന് പ്രതിഫലം കിട്ടുന്നതായിട്ട് അവർ പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് യാതൊരു ബുദ്ധിമുട്ടും കൊടുക്കാതെ ജീവിക്കാനാണ് അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ അള്ളാഹു ഇത് ശിർക്കാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്തിനവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നു? ഇതാണ് എൻ്റെ ചോദ്യം. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഒരു കാര്യം അള്ളാഹ് ചെയ്താൽ അതെന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ പറ്റില്ല എന്നാ. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂന എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ഒന്ന് ചെയ്താൽ അതെന്താ റബ്ബ് അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നിയമം. അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന കാര്യങ്ങൾക്ക് അല്ലാഹു അവൻ്റെതായ ഹിക്മത്തുകൾ ഉണ്ടാകും. റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെതായ ഉദ്ദേശങ്ങൾ ഉണ്ടാകും. എത്രത്തോളം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, വർസുഖ് അഹ്ലഹു മിനത്ത് തമറാത്ത് മൻ ആമന ബില്ലാഹ്, അള്ളാഹുവേ നിന്നിൽ വിശ്വസിച്ച ആളുകൾക്ക് ഈ നാട്ടിൽ നീ കായ്കനികൾ കൊടുക്കണം എന്നാ. ആരുടെ പ്രാർത്ഥന? ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന. വിശ്വാസികൾക്ക് കൊടുക്ക് അല്ലാ, വിശ്വാസികൾക്ക് ഈ നാട്ടിൽ മക്കയിലുള്ള വിശ്വാസികളായ ഈമാനുള്ള ആളുകൾക്ക് നല്ല കായ്കനികൾ കൊടുക്കല്ല എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്. അങ്ങനെ മനസ്സുള്ളത് തെറ്റല്ല. ആ ചോദ്യം അവിടുന്ന് വന്നത്. ഇവിടെ വിശ്വാസിക്ക് കൊടുത്താൽ പോരെ, എന്തിനാ വിശ്വാസിക്ക് കൊടുക്കണമെന്നാണ് ചിന്തിച്ചത്. അതുകൊണ്ടാണ് ചോദിക്കണത്, എന്തിനാണ് ഈ ജാറത്തിലേക്ക് പോയി നടക്കണം? അള്ളാഹിനോട് നന്ദികേട് കാണിക്കുന്ന, അള്ളാഹു കൊടുത്ത നിഅമത്തുകൾക്ക് ഒരു നന്ദിയും കാണിക്കാത്ത ഈ മനുഷ്യർ അള്ളാഹ് എന്തിനാ പരിഗണിക്കണത് എന്നാ ചോദ്യം. അത് അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന വിശാലമായ ആ അവന്റെ സിഫത്ത് അവനുള്ളത് കൊണ്ടാണ്. അത് റബ്ബിന്റെ പ്രത്യേകതയാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരെ അല്ല അള്ളാഹ് പരിഗണിച്ചത്. നേരെ മറിച്ച് ദുനിയാവ് എന്ന് പറഞ്ഞ എല്ലാവർക്കും അള്ളാഹ് കൊടുത്തു.
അതുകൊണ്ടാണ് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചപ്പോ അള്ളാഹ് പറയാ, മറുപടി കൊടുക്കുക ഇബ്രാഹിം നബിക്ക്, ഓ ഇബ്രാഹിം, വിശ്വസിച്ചവർക്ക് മാത്രമല്ല, വമൻ കഫറ, അവിശ്വസിച്ചവർക്ക് ഞാൻ കൊടുക്കും ഇബ്രാഹിമേ, അവർക്കും ദുനിയാവ് ഞാൻ കൊടുക്കും. കാരണം ദുനിയാവേ അവർക്കുള്ളൂ, പരലോകം അവർക്കില്ല. അതുകൊണ്ട് ഇവിടെ അവർക്ക് ഞാൻ കൊടുക്കും, അവിശ്വസിച്ചവർക്കും കൊടുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറയാണ്. അത് റബ്ബിന്റെ കാരുണ്യമാണ്, റബ്ബിന്റെ കാരുണ്യമാണ്. ദുനിയാവിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ആസ്വദിച്ചുകൊണ്ട് ദൈവത്തെ നിഷേധിക്കുന്ന ആളുകളുണ്ട്, പടച്ചവനെ എതിർക്കുന്ന ആളുകളുണ്ട്. പടച്ചവനില്ല എന്ന് പറയുന്നുണ്ട്. പടച്ചവനില്ല, സൃഷ്ടാവില്ല എന്ന് പറയുന്നത് അള്ള കൊടുത്ത നാക്കൊണ്ടാണ്, അള്ള കൊടുത്ത വായു ശ്വസിച്ചിട്ടാണ്, അള്ള കൊടുത്ത വെള്ളം കുടിച്ചിട്ടാണ്, അള്ള കൊടുത്ത ഭക്ഷണം കഴിച്ചിട്ടാണ് അവൻ പറയുന്നത് അള്ളയില്ല എന്ന് പറഞ്ഞു. മാത്രല്ല മുദ്രാവാക്യം വിളിക്കുകയാണ്, സ്വർഗത്തിൽ വെച്ചെങ്ങാനും ദൈവത്തെ കണ്ടാൽ മുട്ടി ചുരുട്ടി മൂക്കിലിടിക്കും. മുദ്രാവാക്യം വിളിക്കുകയാണ്. അതെങ്ങനെ വിളിച്ച? അള്ള കൊടുത്ത ആരോഗ്യം, അള്ള കൊടുത്ത സംസാരശേഷി. ഇത് കേട്ടിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ റഹ്മാനാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചവർക്കും അവിശ്വസിച്ചവർക്കും എല്ലാവർക്കും അവനോട് കാരുണ്യമും, അവരോട് മുഴുവനും റബ്ബ് സുബ്ഹാനഹു വ തആല കാരുണ്യം നൽകി. റഹ്മത്തി വസിഅത് കുല്ല ശൈ, എല്ലാ വസ്തുക്കളുടെ മേലും എന്റെ റഹ്മത്ത്, കാരുണ്യം വിശാലമാണ്. ആ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് അല്ലാഹു മനുഷ്യനെ ചൂണ്ടി പറഞ്ഞത്, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, മനുഷ്യൻ എന്ന് പറഞ്ഞ റബ്ബിനോട് തീരെ നന്ദിയില്ലാത്തവനാണ്, നന്ദി കെട്ടവനാണ്. ഒരു മൃഗത്തെ അള്ളാഹു സത്യം ചെയ്തുകൊണ്ടാ പറഞ്ഞത്, കുതിര എന്ന മൃഗത്തെ സത്യം ചെയ്തിട്ടാ പറഞ്ഞത്. മനുഷ്യൻ എന്ന മൃഗം ഉണ്ടല്ലോ, ആ മൃഗം അള്ളാഹുവിനോട് തീരെ നന്ദി കെട്ടവനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാ. അള്ളാഹ് കൊടുത്ത നിഅമത്തിൽ ഒന്ന് അത് ഓർത്താൽ ഒരു മനുഷ്യന് പറയാൻ പറ്റും അള്ളയില്ലാത്തോട് പ്രാർത്ഥിക്കാം എന്ന്? അത് ഓർക്കുന്ന മനുഷ്യന് ഖുത്ബിയത്ത് തരാൻ പറ്റുമോ? അള്ള കൊടുത്ത നിയമത്തൊന്ന് ചെറുത്, അത് ചിന്തിച്ച ആളെ സംബന്ധിച്ചിടത്തോളം ഒരു അമുസ്ലിമിനെ കൊണ്ടുപോയി കബറടക്കിയിട്ട് അവിടെ പോയിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കണേ. അപ്പോ ഇതൊന്നുമല്ല പ്രശ്നം. ദുനിയാവും അതിൽ തന്നെ ചില ആളുകൾ തീരുമാനിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കാര്യത്തിൽ ദുനിയാവിൽ ഒരല്പം ഐശ്വര്യമൊക്കെ കൊടുക്കുന്നതാണ്, ഒരല്പം സൗകര്യമൊക്കെ കൊടുത്താൽ ഇച്ചിരി അനുഭവിച്ചോട്ടെ എന്നാ. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെ അവിശ്വാസികളുടെ ഈ അവസ്ഥ കണ്ടിട്ട് നബി വരെ ആഗ്രഹിച്ചു എന്നാണ്, എന്റെ അബൂജഹലുള്ളത് പോലെ പടച്ചനെ കുറെ പൈസ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഉഷാറായിരുന്നു എന്നാ. അള്ള പറഞ്ഞെന്താ, നബിയെ താങ്കൾ വഞ്ചിതനാകണ്ട, അവരുടെ ഇളക്കം കണ്ട് താങ്കൾ വഞ്ചിതനാകണ്ട. മത്താഉൻ ഖലീൽ, അത് തുച്ഛമായ ദുനിയാവിൽ കൊടുക്കുന്ന ഒരു ചെറിയ ഒരു സൗകര്യമാണ്, പിന്നെ നരകത്തിലേക്ക് പോകാനുള്ളവരാണ് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബിന്റെ കാരുണ്യത്തിന്റെ ഭാഗമായിട്ടാണ് ആ കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി മാറുക, മുവഹിദായി വേണം ഇവിടുന്ന് പോകാൻ. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന മുവഹിദുകളായി ഇവിടുന്ന് മടങ്ങിപ്പോണം. ഇനി അതല്ല, അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്നതിന് ഒരു തെളിവിന്റെ കച്ചിത്തുരുമ്പ് ആർക്കെങ്കിലും സമർത്ഥിക്കാനുണ്ടെങ്കിൽ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ആ കച്ചിത്തുരുമ്പിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കാം, അള്ളയല്ലാത്തവരോട് സഹായം തേടാമെന്ന് വാദിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു കച്ചിത്തുരുമ്പ് തെളിവായിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരൂ. ഹാത്തു ബുർഹാനക്കും, നിങ്ങളുടെ തെളിവ് കൊണ്ടുവാ, ഞങ്ങൾ വിളിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഈ വേദി ഉണ്ടാക്കിയത്, വേദി ഒരുക്കിയത്. അല്ലാതെ ജിന്നിന്റെ കൂടെ കൂടിയാൽ വിഷയം മാറിപ്പോകുന്നു വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവര് മാറിപ്പോകുന്നല്ലാതെ വിഷയം മാറൂല. വിഷയം ഇതാണ്, തൗഹീദാണ് വിഷയം. അത് ശിർക്കിനെതിരെയാണ്. തൗഹീദിന് വേണ്ടി വാദിക്കും, ശിർക്കിനെതിരെ ശബ്ദിക്കും. അതുകൊണ്ട് വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഇവിടുത്തെ ഈ വിഷയം മനസ്സിലാക്കിയിട്ട് സഹോദരങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിക്കുക. അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന മുജാഹിദുകളുടെ തത്വം, അത് അടിസ്ഥാനപരമായി തെളിവുദ്ധരിച്ച് ഞങ്ങൾക്ക് സമർത്ഥിക്കാൻ കഴിയുന്നതാണ് എന്ന് ഞങ്ങൾക്ക് വളരെ വ്യക്തമായി നട്ടിലൂടെ പറയാൻ കഴിയും. എൻ്റെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എൻ്റെ പ്രശ്നം പരിഹരിക്കണേ, എന്നെ സഹായിക്കണേ എന്നുള്ള ഒരു സഹായാഭ്യർത്ഥന നടത്തൽ അനുവദനീയമാണോ, തെറ്റാണോ, ശിർക്കാണോ ഒന്ന് വിശദീകരിച്ചാലും. ലോകത്ത് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ കടന്നു വന്നത് എന്തിനാണ് വന്നത്? തൗഹീദ് പറയാനാണ്. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു, വമാ അർസൽനാ മിൻ ഖബലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ഓ മുഹമ്മദ് നബിയെ, താങ്കൾക്ക് മുമ്പ് അയക്കപ്പെട്ട മുഴുവൻ പ്രവാചകന്മാരും ആ പ്രവാചകന്മാരെല്ലാം പറഞ്ഞത് പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലയാണ്. പക്ഷെ ലോകത്ത് കണ്ട ഒരു വിരോധാഭാസം, ഇബ്രാഹിം നബിയാണ് ഏറ്റവും ശക്തമായി തൗഹീദ് പറഞ്ഞത്. പക്ഷെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ കടന്നു വന്നു. വിശുദ്ധമായ കഅബാലയത്തിന്റെ സമീപത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നിട്ട് ഇസ്ലാമിക പ്രബോധനം നടത്തുമ്പോൾ
വിശുദ്ധമായ കഅബാലയത്തിന്റെ ഉള്ളിൽ ഇബ്രാഹിം നബിയുടെ വിഗ്രഹം ഉണ്ടായിരുന്നതാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ദഖല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ബൈത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ കഅബാലയത്തിൽ പ്രവേശിച്ചു. ഫവജദ ഫീഹി സൂറത ഇബ്രാഹിം വ സൂറത മറിയം. അപ്പോൾ കഅബാലയത്തിനുള്ളിൽ രണ്ട് രൂപങ്ങൾ, ഒന്ന് മറിയമിന്റെ രൂപവും മറ്റൊന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രൂപവും. നബി അവരോട് ചോദിക്കുകയാണ്, അമാലഹും ഫഖദ് സമിഉ അന്നൽ മലായികത ലാ തദ്ഖുലു ബൈതൻ ഫീഹി സൂറ. എന്ത് പറ്റി നിങ്ങൾക്ക്? എന്ത് സംഭവിച്ചു? നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ ഈ പ്രതിഷ്ഠകളുള്ള രൂപങ്ങളുള്ള വീടുകളിൽ അള്ളാഹുവിന്റെ മാലാഖമാർ മലക്കുകൾ പ്രവേശിക്കുകയില്ല എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ഹാദാ ഇബ്രാഹിം മുസവ്വർ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇവിടെ വിഗ്രഹവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു, ഫമാലഹു യസ്തഖ്സിമു. അദ്ദേഹം ഒരിക്കലും അമ്പു വെച്ച് രാശി നോക്കുന്ന ആളായിരുന്നില്ല. കാരണം മക്കയിലെ മുശ്രിക്കുകൾ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ നേരെ ഇബ്രാഹിം നബിയുടെ വിഗ്രഹത്തിന്റെ സമീപത്ത് വരും എന്നാണ്. ഇബ്രാഹിം നബിയുടെ വിഗ്രഹത്തിന്റെ മുതുകത്ത് ഒരു ആവനാഴി ഉണ്ട് എന്നാണ്. ആ ആവനാഴി കുറെ അമ്പുകൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ആ അമ്പിൽ ചിലത് ലിഫൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും, വേറെ ചില അമ്പുകളിൽ ലാത്തഫൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ അബൂജഹൽ ഒരു കച്ചവടം തുടങ്ങാൻ തീരുമാനിച്ചു എന്ന് സങ്കല്പിക്കാം. അബൂജഹൽ നേരെ കഅബാലയത്തിന്റെ അടുക്കൽ വന്ന് ഇബ്രാഹിം നബിയുടെ വിഗ്രഹത്തിന് മുന്നിൽ കണ്ണുകൂപ്പി കണ്ണടച്ച് നിന്നിട്ട് കൈ കൂപ്പിയിട്ട് അദ്ദേഹം എന്തെടുക്കാണ്? ഒരു അമ്പിങ് എടുക്കാണ് കണ്ണടച്ചിട്ട്. ഈ ആവനാഴി ഒരു അമ്പിങ് എടുക്കും. എന്ന എഴുന്നെഴുതിയ അമ്പ കിട്ടിയെങ്കിൽ മൂപ്പര് കച്ചവടം തുടങ്ങും. ലാത്തഫൽ എന്നെഴുതിയ അമ്പാണ് കിട്ടിയെങ്കിൽ മൂപ്പര് കച്ചവടം തുടങ്ങൂല. ഇങ്ങനെ അമ്പുകൾ കൊണ്ട് ഭാഗ്യപരീക്ഷണം നടത്തിയിരുന്ന അത് കണ്ടിട്ട് മുഹമ്മദ് നബി പറയാണോ, ഇബ്രാഹിം നബി ഇത് ചെയ്ത ആളല്ല, ഇബ്രാഹിം നബി ഇത് ചെയ്തിട്ടില്ല എന്ന്. ഇത് ലോകത്ത് പലരുടെ കാര്യത്തിലും ആവർത്തിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞത് എന്താ? ഇബ്രാഹിം നബിയുടെ കാര്യത്തിൽ തന്നെ മുശ്രിക്കുകൾ പറയുന്നത്, ഖാതലഹുമുല്ലാഹ് വല്ലാഹി ഇൻസ്തഖസമാ ബിൽ അസ്ലാമി ഖത്ത്. അല്ലാഹുവിനെ തന്നെ സത്യം, അവരെ അല്ലാഹ് നശിപ്പിക്കട്ടെ. ഇബ്രാഹിം നബിയെ കൊണ്ട് ഈ തോന്നിയാസം ചെയ്യുന്നവരെ അല്ലാഹ് നശിപ്പിക്കട്ടെ. ഒരിക്കലും അദ്ദേഹം ഈ രൂപത്തിൽ അമ്പ് കൊണ്ട് ശകരം നോക്കിയ ആളല്ല, ഭാഗ്യപരീക്ഷണം നടത്തിയ ആളല്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇവിടെ ഒരു വൈരുദ്ധ്യം എന്താണെന്നറിയോ? ഈ ഇബ്രാഹിം നബി ആരാധിക്കുന്ന ആൾക്കാരെ പറയുന്നത്, ഞങ്ങൾക്ക് ഇബ്രാഹിം നബിയോട് സ്നേഹമുള്ളതുകൊണ്ടാണ്, ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ ആൾക്കാരാണ് എന്ന്. ഞങ്ങളാ ഇബ്രാഹിം നബിയുടെ ആൾക്കാർ. കാരണം ഞങ്ങൾ കണ്ടില്ലേ, എന്ത് ചെയ്യണമെങ്കിൽ ഇബ്രാഹിമിനോട് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ ആൾക്കാരാ, ഇബ്രാഹിമിന്റെ ആൾക്കാരാണെന്ന് അവര് പറയാ, ഇബ്രാഹിമിന്റെ ആൾക്കാരാണെന്ന് നബി എതിർക്കുക. അപ്പോ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കും, ഇവൻ ഇബ്രാഹിമിനെതിരാ, നമ്മുടെ മാർഗത്തിനെതിരാ, കണ്ടോ ഇബ്രാഹിമിന്റെ അടുക്കൽ പോകരുതെന്നാണ് അയാൾ പറയുന്നത്. ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ ലോകത്ത് അതിനു മുമ്പ് കഴിഞ്ഞു പോയ മുഴുവൻ ശിർക്കിനെയും എതിർത്ത് തൗഹീദ് പഠിപ്പിച്ച ആളാ. നബി വരുമ്പോൾ ലാത്തയോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഉസ്സയോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഹുബുല്ലാലയോട് സഹായം തേടുന്നവരുണ്ട്. നബി പറഞ്ഞു, പറ്റില്ല, കുൽ പറയണം നീ, ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ, അവരിൽ യാതൊന്നിനെയും പങ്കുചേർക്കുകയില്ല എന്ന് പറയൂ നബിയെ. മുഹമ്മദ് നബി അത് പറഞ്ഞു, പ്രഖ്യാപിച്ചു. തന്റെ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ അതിനുവേണ്ടി പ്രവർത്തിച്ചു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം ആ നബിയെ തന്നെ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറയാൻ വന്ന നബിയെ തന്നെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന? പറ്റില്ല, അത് ശിർക്കാണ്. ആരാണെങ്കിലും ശിർക്കാണ്. കേട്ടോളൂ, ഇനി അതിനുള്ള തെളിവ് കൂടി കേട്ടോളൂ. ഞങ്ങൾ മാത്രം പറയുകയല്ല, നേരെ മറിച്ച് അതെ, നമുക്കറിയാം ഉസ്താദുൽ ഹിന്ദ് ഷാഹു വലിയുല്ലാഹി ദഹ്ലവി അദ്ദേഹത്തിന്റെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്ന ഗ്രന്ഥത്തിൽ ശിർക്കിന്റെ ഇനങ്ങളെ സംബന്ധിച്ച് എണ്ണി പറയുകയാണ്. അൽ ഇസ്തിആനതു ബിഗൈരില്ലാഹി ഫീ ഖവാഇൽ ഹവായിജി, അല്ലാഹുവല്ലാത്തവരുടെ ആവശ്യങ്ങൾ നിറവേറുവാനുള്ള സഹായതേട്ടം, ആ സഹായതേട്ടം ശിർക്കിന്റെ ഇനങ്ങളിൽപ്പെട്ടതാണ്. വമിൻഹ അന്നഹും കാനു യസ്തഈനൂന ബിഗൈരില്ലാഹി ഫീ ഹവായിജിഹിം, അഥവാ അവരുടെ ആവശ്യങ്ങളിൽ അവർ അല്ലാത്തവരോട് സഹായം തേടുന്നു. ഏതെല്ലാം ആവശ്യങ്ങളിൽ? മിൻ ശിഫാഇൽ മരീലി വ ഗിനാഇൽ ഫഖീരി, അത് അവരുടെ രോഗം മാറിക്കിട്ടുവാനും അതുപോലെ തന്നെ ദാരിദ്ര്യം നീങ്ങിക്കിട്ടുവാനും അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ അവർ പടപ്പുകളോട് ചോദിച്ചുകൊണ്ട് സഹായം തേടുകയാണ്. മാത്രമല്ല യുൻദുറൂനലഹും, അവർക്ക് അവർ നേർച്ച നേരുകയാണ്. മാത്രമല്ല യതവക്കഊന ഇൻജാഹ മഖാസിദഹും ബിതിൽകൻ നുദൂരി വയത്ലൂന അസ്മാഅഹും റജാഅ ബർക്കതിഹാ, അതുപോലെ തന്നെ ഈ രൂപത്തിൽ അവർക്ക് അവരിൽ നിന്ന് ഈ രൂപത്തിലുള്ള ഗുണങ്ങൾ ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവർക്ക് നേർച്ചകൾ സമർപ്പിക്കുകയാണ്. അതുപോലെ ഈ പറയപ്പെട്ട ആളുകളുടെ പേരുകൾ ബർക്കത്തിന് വേണ്ടി പറയുകയാണ്. ഫൗജബല്ലാഹു തആല, ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കി അലൈഹിം, അവരുടെ മേൽ അയ്യഖൂലു ഫീ സ്വലാത്തിഹിം, അവരുടെ നമസ്കാരത്തിൽ അവർ പറയണമെന്ന്, ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ, ഞങ്ങൾ അല്ലാഹുവേ നിന്നെ മാത്രമേ ആരാധിക്കൂ, നിന്നോട് മാത്രമേ സഹായം തേടൂ എന്ന് പറയൽ അവരുടെ മേൽ നിർബന്ധമാക്കി എന്നാണ്. അതുകൊണ്ട് മാന്യ സഹോദരങ്ങളെ, പ്രാർത്ഥന അത് അള്ളാഹുവിനോട് മാത്രം നടത്തേണ്ടതാണ്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അങ്ങയുടെ തിരുനോട്ടം
എന്നിലേക്ക് ഉണ്ടാകണേ എന്ന് എല്ലാ വിശ്വാസിയും പറയണമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അത് വെറുമൊരു വിളിച്ചു പ്രാർത്ഥനയെന്നും അത് പ്രാർത്ഥനയെന്നുമാക്കിക്കൊണ്ട് ശിർക്കാക്കി നിങ്ങൾ തള്ളുന്നു. പരിശുദ്ധ ഖുർആനെയാണോ ഞങ്ങൾ അംഗീകരിക്കേണ്ടത്, അതല്ല നിങ്ങളെയാണോ അംഗീകരിക്കേണ്ടത്? വിശ്വാസികളോട് അള്ളാഹ് പറഞ്ഞു, എന്താ അങ്ങയുടെ തിരുനോട്ടം ഞങ്ങളിൽ ഉണ്ടാകണേ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്നാ. മാന്യ സഹോദരങ്ങള് വളരെ വിനയത്തോടെ മനസ്സിലാക്കേണ്ടത്, നമ്മള് ഈ ചില ഉസ്താദുമാര് പറയുന്നത് കേട്ട് നമ്മൾ പറയും. അതിന് പകരം നമുക്ക് കിട്ടുന്നത് കത്തിക്കാളുന്ന നരകായിരിക്കും എന്ന് മനസ്സിലാക്കണം. ഒരുപക്ഷെ നിങ്ങൾ ആരും കുറ്റപ്പെടുത്തല്ല. ഖുർആനിൽ ഒരു ആയത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു ഉദ്ദേശമുണ്ട്. വെറുതെ ഖുർആന്റെ കാര്യം പറയില്ലല്ലോ. അത് ആദ്യം കേട്ട ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മനസ്സിലാക്കിയ ആളുകളാണ് സഹാബത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നപ്പോൾ സഹാബത്ത് നബിയുടെ അടുക്കൽ പോയി ഉള്ളൂർന എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം സഹാബികൾ പറഞ്ഞു ഉള്ളൂർന എന്ന് പറഞ്ഞു. അവരല്ല നമ്മുടെ മാതൃക. അങ്ങയുടെ തിരുനോട്ടം ഞങ്ങളുടെ മേൽ ഉണ്ടാകണേ എന്ന്. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ച് ലോകത്ത് ഒരുപാട് മുഫസ്സിറുകൾ കഴിഞ്ഞുപോയി. അവരാരെങ്കിലും പറഞ്ഞോ ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രയാസം ഉണ്ടായാലും ഉള്ളൂർന എന്ന് പറയണം? നമ്മൾ മദ്രസയിൽ ഓതിയില്ലേ സഹോദരങ്ങളെ? സമസ്തയുടെ മദ്രസയിൽ ഓതിയ ആൾക്കാരില്ലേ ഇവിടെ? നമ്മൾ മദ്രസയുടെ പാഠപുസ്തകത്തിൽ എവിടെങ്കിലും നമ്മൾ കേട്ടോ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുണ്ടെങ്കിൽ ഉള്ളൂർന എന്ന് പറയണമെന്ന് അള്ളാഹ് നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. യാ റസൂലുള്ളാഹ് ഉള്ളൂർന എന്ന് പറയണമെന്ന് അള്ളാഹ് നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. വിശ്വാസികൾ ഇന്ന് വരെ നമ്മുടെ കേരളത്തിലെ ചില ഉസ്താദുമാരും മുസ്ലിയാക്കന്മാരും ഇത് പറയണമെന്നല്ലാതെ നമ്മൾ ലോകത്തിന്റെ ഒരുപാട് ആളുകളെ ഈ നാട്ടിൽ നിങ്ങൾ കാണുന്നില്ലേ? ഒരുപാട് പ്രദേശത്ത് വന്ന് താമസിക്കുന്ന മുസ്ലിമീങ്ങളെ നിങ്ങൾ കാണില്ലേ? അതിൽ ചിലപ്പോൾ കുറച്ച് ഷിയാക്കൾ ഉണ്ടാവും. അവരെ മാറ്റി നിർത്തിയിട്ട് കൃത്യമായി ഇസ്ലാമിക ആദർശം സ്വീകരിക്കുന്ന ഉണ്ടല്ലോ. ആ ആളുകൾ യാ റസൂലല്ലാഹ് ഉള്ളൂർന എന്ന് പറഞ്ഞെടുക്കണം നിങ്ങൾ കാണാറുണ്ടോ? അങ്ങനെ മുസ്ലിമീങ്ങൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്താ സംഭവം? വിശുദ്ധ ഖുർആനിലെ രണ്ടായത്തിന്റെ ആ രൂപത്തില് യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലു റാഇനാ വഖൂലു ഉൻദുർനാ വസ്മഉ വലിൽ കാഫിരീന അദാബുൻ അലീം. ഈ ആയത്താണ് നബിയോട് സഹായം തേടാൻ, നബിയോട് പ്രാർത്ഥിക്കാനായിട്ട് ദുർവ്യാഖ്യാനിച്ചത്. ഇത് മുജാഹിദുകൾ അർത്ഥം പറഞ്ഞ ഇപ്പൊ നമ്മുടെ വാശിക്ക് വേണ്ടി അർത്ഥം പറയാനും തെറ്റിദ്ധരിപ്പിക്കും. ഇത് തിരുവങ്ങാടി വലിയ ഖാദി അബ്ദുറഹ്മാൻ മഖ്ദൂമി എഴുതിയ ഖുർആൻ പരിഭാഷയാണ്. നമ്മളിനി പുതിയ ഒരു വ്യാഖ്യാനം ഉണ്ടാക്കണ്ടല്ലോ. എന്താണ് ഇതിലുള്ളത് കേട്ടോളൂ. സത്യവിശ്വാസികളെ, നിങ്ങൾ നബിയോട് റായിന എന്ന് പറയരുത്, ഉൻദുർന എന്ന് പറയുകയും ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്യുക. സത്യനിഷേധികൾക്ക് വേദനാജനകമായ ശിക്ഷയാണുള്ളത്. അർത്ഥം ഇതാ, നബിയോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ റായിന എന്ന് പറയരുത്, നേരെ മറിച്ച് ഉൻദുർന എന്ന് നിങ്ങൾ പറഞ്ഞാൽ മദീന. അപ്പൊ ഉൻദുർന എന്ന് പറയാനല്ല പറഞ്ഞില്ലേ? എന്താണ് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ജൂതന്മാർ വരും, ഇസ്ലാമിന്റെ ശത്രുക്കൾ വരും. നബിയെ ഞങ്ങളെ കൂടി ഒന്ന് പരിഗണിക്കണം നമ്മൾ സാധാരണ പറയും. നബിയെ ഒരാൾ നമ്മുടെ അടുക്കൽ വന്നിട്ട് പറയാറുണ്ട് നിങ്ങൾ ഞങ്ങളെ കൂടി പരിഗണിക്കണം. ഇതുപോലെ നബിയുടെ അടുക്കൽ വന്നിട്ട് ആളുകൾ പറയും ഞങ്ങളെ കൂടി ഒന്ന് പരിഗണിക്കുക എന്ന് പറയും. അതിന് അറബിയിൽ റായിന എന്ന് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ നബിയോട് റായിന എന്ന് പറയും. പക്ഷെ ഈ റായിന എന്ന് പറഞ്ഞാൽ വിഡ്ഢി മൂടന് നടത്തുന്നുണ്ട്. ജൂതന്റെ മനസ്സിലതാ. നബിയുടെ മുഖത്ത് നോക്കി റായിന എന്ന് പറയുമ്പോൾ വിഡ്ഢി എന്ന് നബി വിളിക്കാൻ കിട്ടുന്ന ചാൻസ് ആണല്ലോ. അപ്പോ നബിയെ വിഡ്ഢീന്ന് വിളിക്കാൻ വേണ്ടി റായിന എന്ന് ഇയാളിങ്ങനെ പറയും, ഇവരിങ്ങനെ പറയും. ഇത് കേട്ടിട്ട് ചില വിശ്വാസികൾ ഒന്നെടുത്തു അതുപോലെ ജൂതന്മാർ പറയുന്ന പോലെ റായിന. ഇവർക്ക് നല്ല ഉദ്ദേശമാണ്. കാരണം നോക്കണം, ഞങ്ങളെ പരിഗണിക്കണം എന്നൊരു അർത്ഥമുണ്ട്. ദ്വയാർത്ഥമുള്ള വാക്കാണ് റായിന എന്ന വാക്ക്, ദ്വയാർത്ഥ പ്രയോഗമുണ്ട്. അപ്പോ ഇത് മനസ്സിലാക്കാതെ, ഇവർ തെറ്റായ ഉദ്ദേശത്തിലാണെന്ന് മനസ്സിലാക്കാതെ വിശ്വാസികളും അതിന്റെ നല്ല വശം മനസ്സിലാക്കിയിട്ട് റായിന എന്ന് നബിയോട് പറയാൻ തുടങ്ങി. ഇത് അള്ളാഹ് കാണുന്നുണ്ടല്ലോ. ഉടൻ തന്നെ അള്ളാഹ് ആയത്തിറക്കിയ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ ലാ തഖൂലു റായിന, നിങ്ങൾ റായിന എന്ന് പറയരുത്, വഖൂലു ഉൻദുർന, അതിന് പകരം ദ്വയാർത്ഥമില്ലാത്ത ഉൻദുർന എന്ന വാക്ക് ഉപയോഗിച്ചാൽ മതി. റായിന എന്ന് ജൂതന്മാര് പറയുന്ന പോലെ പറയണ്ട. ഇത് നബിയോട് പ്രാർത്ഥിക്കാനുള്ള തെളിവായിട്ട് കൊണ്ടുവന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഇത് ഞാൻ എന്റെ വാക്ക് പറഞ്ഞാണെങ്കിൽ അത് മൗലവി വ്യാഖ്യാനിച്ചെന്ന് പറയട്ടെ, കേട്ടോളൂ. സത്യവിശ്വാസികളെ എന്ന ഈ സംബോധനയിൽ വിശുദ്ധ ഖുർആനിൽ 88 സ്ഥലങ്ങളിലുണ്ട്. അവയിൽ ആദ്യത്തേതാണിത്. ഓ വേദക്കാരെ, ജൂതന്മാരെ, ബഹുദൈവ വിശ്വാസികളെ എന്നിങ്ങനെയാണ് മറ്റു സമുദായങ്ങളെ ഖുർആൻ സംബോധന ചെയ്യാറുള്ളത്. സത്യവിശ്വാസികളെ എന്ന സംബോധനയിൽ യഥാർത്ഥ വിശ്വാസം സ്വീകരിച്ചിട്ടുള്ള എല്ലാ ആളുകളും ഉൾപ്പെടുന്നുണ്ട്. അതിൽ ജാതിഗോത്ര പരിഗണനയോ
കാലദേശഭാഷ വ്യത്യാസമോ പരിഗണിക്കപ്പെട്ടിട്ടില്ല. സത്യവിശ്വാസികൾ എന്ന ആദർശ സമൂഹത്തെയാണ് ഖുർആൻ സംബോധന ചെയ്യുന്നത്. കേട്ടോളൂ. ജൂതന്മാർ പ്രകടിപ്പിച്ചിരുന്ന ഒരു തെറ്റായ പ്രവണത ചൂണ്ടിക്കാണിക്കുകയും സത്യവിശ്വാസികൾ അത് അനുകരിക്കരുത് എന്ന് ഉണർത്തുകയുമാണ് ഈ സൂക്തത്തിൽ ചെയ്തിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം കേൾക്കാനെന്ന വ്യാജേന ജൂതന്മാർ നബിസന്നിധിയിൽ ഹാജരായി റായിന, ഞങ്ങളെ പരിഗണിക്കണമെന്ന് പറയാറുണ്ടായിരുന്നു. എന്നാൽ ജൂതന്മാരുടെ ഭാഷയായ ഹിബ്രു അബ്രാനിയിൽ വിഡ്ഢി എന്നർത്ഥമാണ് റായിന എന്ന പദത്തിനും. അതായിരുന്നു ജൂതന്മാർ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചിരുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അള്ളാഹു ഇക്കാര്യം മുസ്ലിങ്ങളെ അറിയിച്ചു. നിങ്ങൾ ദുരർത്ഥമുള്ള റായിന എന്ന പദം പ്രയോഗിക്കരുത്, ഞങ്ങളെ ശ്രദ്ധിക്കണമെന്ന് മാത്രം അർത്ഥമുള്ള ഉംറുന എന്ന പദം പ്രയോഗിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം സശ്രദ്ധം കേൾക്കുകയും വേണം. ഇതൊന്നും ഗൗനിക്കാത്ത സത്യനിഷേധികൾക്ക് വേദനാജനകമായ ശിക്ഷയാണുള്ളത്. ഗൂഢമായി പോലും നബി തിരുമേനിയെ പരിഹസിക്കുന്നതിനെതിരെയാണ് ഇവിടെ താക്കീത് ചെയ്തിരിക്കുന്നത്. അല്ലാതെ നബിയോട് പ്രാർത്ഥിക്കാനോ ജീവിതത്തിൽ പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ നബിയോട് സഹായം തേടാനോ അല്ല ഈ ആയത്തുള്ളത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെ നാട്ടിലെ ചില ഉസ്താദുമാര് വാദപ്രതിവാദത്തിൽ കാണിക്കുന്ന കുതന്ത്രങ്ങൾ അത് ശരിയാണെന്ന് മനസ്സിലാക്കി നമ്മൾ ഖുർആനെ ദുർവ്യാഖ്യാനിക്കുമ്പോൾ ഇത് അള്ളാന്റെ കലാമാണെന്നൊരു ബോധം നമുക്ക് വേണം. നമ്മുടെ മനസ്സ് വാശിയല്ല, വൈരാഗ്യമല്ല. മുജാഹിദിനെ തോൽപ്പിക്കാനാണെങ്കിൽ 10 വട്ടം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ തോറ്റു തന്നിരിക്കുന്നു, ഒരു പ്രശ്നമില്ല. ഞങ്ങൾ തോറ്റു തരാ, ഒരു പ്രശ്നമില്ല. ഞങ്ങളെ തോൽപ്പിക്കാനാണെങ്കിൽ ഞങ്ങൾ തോറ്റു തന്നിരിക്കുന്നു. അതിനു വേണ്ടി നിങ്ങൾ നാശത്തിൽ പോകരുത്. അത് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾ നശിക്കരുത്, ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി നിങ്ങൾ നശിക്കണ്ട. ഇത് ഖുർആൻ പരിഭാഷകളായ പരിഭാഷകളിൽ മുഴുവൻ എഴുതിയിട്ട് ഇതുവരെ ഈ ആയത്തിന്റെ അർത്ഥമൊന്നും താങ്കൾ വായിച്ചിരുന്നെങ്കിൽ ഈ ചോദ്യം ഇവിടെ ഉന്നയിക്കേണ്ടി വരുമായിരുന്നോ? ഇല്ലല്ലോ. ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ. അപ്പോൾ വളരെ വ്യക്തമാണ്, വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വളരെ വ്യക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചുകൊണ്ട് റായിന എന്ന പദം ജൂതന്മാർ ഉപയോഗിച്ചപ്പോൾ ആ പദം നിങ്ങൾ ഉപയോഗിക്കരുത്. ഇനി അങ്ങനെ എന്തെങ്കിലും നബിയോട് ചോദിക്കേണ്ടി വരികയാണെങ്കിൽ ഉംറുന എന്ന് പറഞ്ഞോളൂ. അതിന് ദുരർത്ഥമില്ല, ശരിയായ അർത്ഥമേ ഉള്ളൂ. ഈ നിർദ്ദേശം നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിങ്ങളെ തോൽപ്പിക്കാനോ ഞങ്ങളെ ജയിക്കാനോ ഒന്നുമല്ല ഉദ്ദേശമുള്ളത്. പക്ഷേ യാ റസൂലല്ലാ ഉൻദുർന, യാ റസൂലല്ലാ ഉൻദുർന എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണെന്ന് പറഞ്ഞ് ഇവിടെ വരുന്ന ഭൂരിപക്ഷം സുന്നികളെ മുഴുവനും മുശ്രിക്കാക്കിക്കൊണ്ട് അവരെ മുഴുവനും നരകത്തിലാക്കിയാക്കിക്കൊണ്ട് കുറച്ച് ആൾക്കാർ മാത്രം സ്വർഗത്തിലേക്ക് പോകുക എന്നതൊന്നും ശരിയല്ലല്ലോ. നാം എല്ലാവരും മുസ്ലിമീങ്ങളാണല്ലോ. അതുകൊണ്ട് നാം എല്ലാവർക്കും ഇസ്ലാമിനെ പറ്റി അറിയണം, ഇതിനെപ്പറ്റിയുള്ള സംശയം ദൂരീകരിക്കണം എന്ന നിലക്കാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ഞാൻ വീണ്ടും ചോദിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന ഒരു വിശ്വാസി യാ റസൂലല്ലാഹ് ഉൻദുർന ഉൻദുർന എന്ന് പറഞ്ഞാൽ അത് ശിർക്കാകുമോ അല്ലെങ്കിൽ അത് തെറ്റാണോ എന്ന് ഒന്ന് അനുവദനീയമാണോ എന്ന് വിശദീകരിക്കണം. ചോദ്യത്തിന് മറുപടി ഇതുവരെയൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ അറിയിക്കുന്നു. ചോദ്യത്തിന് മറുപടി പറയാൻ വിശുദ്ധ ഖുർആനിലെ ആയത്തിന് ഞാൻ ദുർവ്യാഖ്യാനിക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ വാശിയെങ്കിൽ അങ്ങനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു മറുപടി ഞാൻ പറയുകയില്ല. നേരെ മറിച്ച് വിശുദ്ധ ഖുർആനിൽ അള്ള പറഞ്ഞത് എന്താണ്, അത് ഇന്നതാണ് എന്ന് കഴിഞ്ഞില്ല. ഞാൻ വിവരിക്കുന്നില്ല, അവിടെ ഇരുന്നോളൂ, നിങ്ങൾ സമാധാനപ്പെടൂ. നിങ്ങൾക്ക് ഇനിയും ചാൻസ് തരും, പേടിക്കണ്ട. അത് കഴിഞ്ഞാൽ പിന്നെ ആളുകൾ വന്ന് അവരുടെ മുറക്കനുസരിച്ച് വീണ്ടും ചാൻസ് തരും. ഇപ്പൊ അടുത്ത ആളിരിക്കണ്ടല്ലോ. കഴിഞ്ഞില്ല, വിഷയം തീരുന്നില്ല. അവിടെ ഇരുന്നോളൂ, ഒരു പ്രശ്നമില്ല. നിങ്ങൾ ബേജാറാകണ്ടല്ലോ, നമുക്ക് വളരെ സ്നേഹത്തോടെ പറയാലോ. അപ്പൊ പ്രശ്നമില്ല. നാടാണെങ്കിൽ ഇപ്പൊ 2 കച്ചറയൊക്കെ ഉണ്ടായേനെ. ഇപ്പൊ ഇവിടെ പ്രശ്നമൊന്നുമില്ല, ഇവിടെ ധൈര്യത്തെ പറയാ. ഇവിടെ ഈ ഒരു തരത്തിലുള്ള കച്ചറയും നടക്കാത്തതുകൊണ്ട് നമുക്ക് വളരെ സ്നേഹത്തോടെ കാര്യം പറയാലോ. അപ്പോ ഇവിടെ അദ്ദേഹം പറഞ്ഞത് എന്താന്ന് ചോദിച്ചാല്, ഇവിടെ ഈ നബിയെ വിളിക്കുന്ന ആൾക്കാരെ മുശ്രിക്കാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ മുശ്രിക്കാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർ മുശ്രിക്കീങ്ങളാണ്, നിങ്ങൾ മാത്രം നല്ലവരെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. മാന്യ സഹോദരങ്ങൾ, ഇത്രയും പ്രയാസപ്പെട്ട് ഇത് പറയണെന്തിനാ? ഇത് പറയണത് അല്ലല്ലാത്തൊരു പ്രാർത്ഥിക്കരുത് എന്ന് പഠിപ്പിക്കാനാണ്. അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം. അപ്പോ അയാൾ ആരായി? അയാൾ മുവഹിദായി, അല്ല മുശ്രിക്കാവോ? ഇല്ല. അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്ന് വാദമുള്ള ആളുകള്, ആ വാദമുള്ള ആളുകളോട് അള്ളാഹിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ സത്യസന്ദേശം എത്തിച്ചു കൊടുക്കുമ്പോൾ അവർ എന്തെടുക്കുകയാണ്? അവർ ദീൻ ഉൾക്കൊള്ളുകയാണ്, തൗഹീദ് ഉൾക്കൊള്ളുകയാണ്, മുവഹിദുകളായി മാറുകയാണ്. അല്ലാതെ അവരെ മുശ്രിക്കാക്കല്ല. ഇനി എന്റെ സുഹൃത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല്, നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉസ്താദുമാരും നമ്മുടെ മുസ്ലിയാക്കന്മാരും പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു മുശ്രിക്ക് പോലും പറയാൻ മടിക്കുന്ന കാര്യമാണ്. അത് പറയുമ്പോൾ നിങ്ങൾ ബേജാറാകരുത്, വിഷമിക്കരുത്. അത്
അള്ളഹാനോടാണ് ആദ്യത്തെ നസീഹത്ത് എന്നാ നബി പറഞ്ഞല്ലോ, നിങ്ങൾക്ക് നസീഹത്ത് ഗുണകാംക്ഷ ഉണ്ടാണ്. അതിൽ ആരോടാണ്? ഒന്നാമതായി അള്ളഹാനോട് ഉണ്ടാകേണ്ടത്. ഒരു മുസ്ലിമിന് പറയാൻ പറ്റാത്ത വാചകങ്ങൾ അത് പറയാണ്. അത് നമ്മൾ പറഞ്ഞിട്ട് അയാൾ മുശ്രിക്കാണ് അല്ലെങ്കിൽ അയാൾ അക്രമം പുറത്ത് അങ്ങനെ രൂപത്തിലാക്കേണ്ടതില്ല. നേരെ മറിച്ച് ഒരു മുസ്ലിയാർ പ്രസംഗിച്ച കാര്യം വേറൊരു മുസ്ലിയാർ പ്രസംഗിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. എന്നിട്ട് അതൊരു മുസ്ലിമിന് പറ്റോ ഇല്ലയോ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അതിനേക്കാളും അപകടകരപ്പോ ഇപ്പൊ ഇവര് മഹാൻ പ്രസംഗിച്ചത് ഒരു സീഡിയിലുള്ള ഭാഗ ഇപ്പൊ ഇങ്ങോട്ട് കാണാം. സാധാരണ നമ്മളൊക്കെ പറയാറുണ്ട്, നമ്മൾ ചെയ്യണ എന്ത് കാര്യം അള്ള അറിയും. അള്ള ചെയ്യണ എല്ലാ കാര്യവും നമ്മൾ അറിയുന്ന ആരെങ്കിലും പറയാറുണ്ടോ? ഒരാളും പറയില്ല. എന്നാ കാന്തപുരത്തിന്റെ ആൾക്കാർ മൂപ്പരെ പൊക്കന്നെ, കാരണം എന്തെങ്കിലും അവിടെ സീറ്റ് കിട്ടുള്ളൂ, പല മെച്ചോണ്ട് മൂപ്പരെ ഉയർത്തിക്കൊണ്ടുവന്നാല് അവിടെ പറയാണ്, ഈ പ്രസംഗത്തിൽ പറയാണ്, പറഞ്ഞ് കാന്തപുര ഉസ്താദിന്റെ മഹത്വം പറഞ്ഞ് അതന്നെ ആ പ്രസംഗത്തിൽ ഉള്ളടക്കം പറഞ്ഞ് ലാസ്റ്റ് പറയാണ്, കാന്തപുരം ഉസ്താദ് അറിയാതെ അള്ളാഹു ഒന്നും ചെയ്യുകയില്ല പറയാൻ പോണു.